കാണാൻ നല്ല മുഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരം കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. ഉള്ളിവടയൊക്കെ തോറ്റു പോകും മക്കളെ, ഇതിൻ്റെ മുന്നിൽ അത്രയ്ക്ക് രുചിയാണ്. ഒരു തവണ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വലിയൊരു ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാൽ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ലതാണല്ലേ ഈ ഒരു പലഹാരം. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് ഇതാ നമ്മുടെ പപ്പായാണ്. നമ്മളൊക്കെ തൊടുവിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഒന്നും നോക്കണ്ട, ഒന്നോ രണ്ടോ മൂന്നോ പപ്പായ കുത്തിച്ചടിച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു ചായക്കടിയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കാം. രാവിലെയൊക്കെ സ്നാക്സിനൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ രാവിലെ റെഡിയാക്കി അവർ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ അത്യാവശ്യം വലിയ പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കണം. ഒപ്പം പുറമേയുള്ള ആ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പച്ച പപ്പായ കൊണ്ടാട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോണത്. ഇതിൻ്റെ ഉൾവശം ചെറിയ രീതിയിൽ ഇങ്ങനെ മധുരം വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇനിയപ്പോൾ അങ്ങനെയുള്ള പപ്പായ എടുത്താലൊന്നും കുഴപ്പമില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്യുക, ഈ ഒരു സ്നാക്ക് റെഡിയാക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഉണ്ടാകും കേട്ടോ. നല്ല ടേസ്റ്റാണ്. കറുമുറ കടിച്ച് ഇങ്ങനെ കഴിക്കാനായിട്ട് ഒരു ചായ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ കറയൊക്കെ പൂർണ്ണമായിട്ട് മാറണം. പിന്നെ നമ്മളിത് കഴുകുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. സിമ്പിൾ റെസിപ്പിയാണ്. വെറും 5 മിനിറ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ ഞാനിതാ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അത്യാവശ്യം കൂടുതൽ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി. പപ്പായ വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെതാ ഞാനിവിടെ 2 പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെറുതെ കറുമുറ കടിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അത്യാവശ്യം കണ്ടറിഞ്ഞ് തന്നെ ഉണ്ടാക്കുക. മറ്റ് തികയാനുള്ള ചാൻസ് കുറവായിരിക്കും കേട്ടോ. ഒരു പീസോ ഒരു കഷ്ണമൊക്കെ എടുത്തിട്ട് ആദ്യം ഒന്ന് സാമ്പിൾ നോക്കട്ടെ എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട. നല്ല പെർഫെക്റ്റായിട്ട് സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എടുക്കുന്ന ടൈമിൽ 1-2 ഒക്കെ എടുക്കാം. പിന്നെ നമ്മൾ കാബേജൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രേറ്റർ ഉണ്ടല്ലോ, ആ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടല്ല കേട്ടോ, അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ നീളത്തിലുണ്ടാകുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാനിതാ ഇതുപോലെ നമുക്ക് പെട്ടെന്നായി കിട്ടുമല്ലോ ഗ്രേറ്ററിൽ. നമ്മളിങ്ങനെ നല്ല മൂർച്ചയുള്ള ഗ്രേറ്ററൊക്കെ ആണെങ്കിൽ പെട്ടെന്നായി കിട്ടും. വലിയൊരു പണിയൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള നമ്മൾ പപ്പായ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈവനിങ്ങിലൊക്കെ ആയാൽ നമ്മളമ്മമാരൊക്കെ കുട്ടികളെ സ്കൂളിൽ വരുമ്പോൾ എന്താ ഇപ്പോൾ ചായക്കടി ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് ഇനി ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. അപ്പോൾ അതിലേറെ ഇതിലൊരുപാട് ആരോഗ്യ ഗുണങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മക്കൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഈ 2 പപ്പായ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കേട്ടോ. കനം കുറച്ച് കഴിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അതിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഈ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് മല്ലിച്ചപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മല്ലിച്ചപ്പ് ഇതിലോട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പൊന്നും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഒരു 10 രൂപയ്ക്ക് തന്നെ ഇഷ്ടം പോലെ കിട്ടൂലേ. അപ്പോൾ കുറച്ച് വാങ്ങിക്കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാല, ഒപ്പം ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് അങ്ങനെ കുത്തുന്നൊരു ചുവ രീതിയിലൊന്നും വേണ്ട, ഒരു ഇച്ചിരി മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കോൺഫ്ലവറിൻ്റെ പൗഡറാണ് ചേർക്കുന്നത്. ഏകദേശം 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇനി ഒരു പപ്പായൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് പൊടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് കൂടി പോകരുത്. നമ്മളെ ഈ ഒരു പപ്പായ തന്നെയാണ് മുന്നോട്ട് നിൽക്കേണ്ടത്.
ഒപ്പം തന്നെ 4 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയും കോൺഫ്ലവറും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചിട്ട് ഈ ഒരു കോൺഫ്ലവറും മൈദാമാവും എല്ലായിടത്തേക്കും നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. ഒരിക്കലും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഈ ഒരു പപ്പായയുടെ ഈ ഒരു ചെറിയൊരു നനവ് ഉണ്ടാവും, ആ ഒരു നനവ് മാത്രം മതി. ഇത് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും നമുക്ക്. ഇനി പപ്പായ കഴിക്കുന്ന സമയത്തേക്ക് ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തോർത്തിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല. ഇനി ഇതുപോലെ കുഴയാം. അപ്പോൾ താഴെ ഭാഗത്തേക്കൊന്നും എത്താത്തത് മൂലം ഞാൻ അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ തന്നെ ഇത് മാറ്റാനായിട്ട് പോവുകയാണ്. എങ്കിലും നമുക്ക് ആ ഒരു മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ എത്തുള്ളൂ കേട്ടോ. അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളും കോൺഫ്ലവറും മൈദയൊക്കെ ഒരുപോലെ മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കറക്റ്റായിട്ട്. ഞാനിവിടെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ ഇഞ്ചിൻ്റെ ഒരു പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലോട്ടൊരു പച്ചമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി എരിവായ മക്കൾക്കൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല. കുറഞ്ഞ എരിവിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് റെഡിയാക്കണേ. ഒപ്പം നമ്മളൊരു 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇല കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ, ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ടൊരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഒട്ടിപ്പിടിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ, കൈ വെച്ചിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. മറ്റേ ഒട്ടിപ്പിടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മസാലകളൊക്കെ അങ്ങനെ തങ്ങി നിൽക്കും. അപ്പോൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഒപ്പം ഒരു പച്ചമുളക് കേട്ടോ, ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, കാരണം കുറച്ച് സ്ലൈസ് ചെയ്തത് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ പൊന്നു മക്കളെ, സൂപ്പർ ടേസ്റ്റായിരുന്നു. ഉള്ളിക്കൊക്കെ അങ്ങനെ വില കയറിയല്ലേ, ഈ ഒരു ടൈമിൽ ഉള്ളിവടയൊക്കെ തിന്നാൻ പൂതിയാകുമ്പോഴേ ഉള്ളിക്ക് തന്നെ കാത്തു നിൽക്കണ്ട. 1-2 പപ്പായൊക്കെ തൊടി പോയിട്ട് തീർന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നമ്മൾ മൈദാമാവോ കോൺഫ്ലവറോ മുന്നോട്ട് നിന്നിട്ടില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പപ്പായ ഗ്രേറ്റ് ചെയ്തതാണ് ഇവിടെ മുന്നോട്ട് നിൽക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റി ആവണം കേട്ടോ. മറ്റേത് രണ്ടും മൈദാമാവും അതുപോലെ തന്നെ കോൺഫ്ലവറും നല്ല കോട്ടിങ്ങായ രൂപത്തിൽ വരികയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ റെഡിയാക്കുക കേട്ടോ. നമ്മളെ പപ്പായ അങ്ങനെ കാണണം, അങ്ങനെ പുറത്തോട്ട് കാണണം നല്ല രീതിയിൽ ഇതുപോലെയായിട്ട് തന്നെ കിട്ടണേ. ഇനി നമ്മളിവിടെ കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നും കയ്യിൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. തീ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വെക്കണ്ട, പെട്ടെന്നാവും. പിന്നെ പപ്പായാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടും. ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഒരുപാട് കനം കൂട്ടി കയ്യിലിങ്ങനെ ഉരുളകളാക്കിയിടരുത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പരത്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. ഒരു സൈഡാകുമ്പോൾ മറ്റേ സൈഡും കൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ. അപ്പം നല്ലോണം മുരിച്ചെടുക്കുന്നവർക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് മുരിച്ചെടുക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ. ഉൾവശം ശരിക്കും ഇങ്ങനെ ആവാത്ത പോലെ ആവും. അപ്പോൾ ഒരു വലിയൊരു ഇതൊന്നുമില്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ആയി കിട്ടും. കട്ടിയോട് കൂടിയിട്ട് പരത്തിയെടുക്കാൻ മതി. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് എടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. പപ്പായ എന്ന് കരുതിയിട്ട് കുഴഞ്ഞു പോകുന്നില്ല, അത് നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർത്തത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ മൈദാമാവ് മാത്രം വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെ ആകുമ്പോഴും ആ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളി പലഹാരം തന്നെയാണ്, ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ട്രിപ്പിൽ കോരി മാറ്റി വെച്ചിട്ടുള്ള പലഹാരങ്ങളാണ് ഇതൊക്കെ. രണ്ടാമത്തും ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ പപ്പായ വെച്ചിട്ട് ഇതുപോലൊരു പലഹാരം ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ? ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. പപ്പായൊക്കെ ഇപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് നമ്മളെ നാട്ടും പ്രദേശങ്ങളിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ, തൊടുവിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലാത്തവർ എവിടെന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ചിട്ടെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, ഒപ്പം നല്ല ടേസ്റ്റാണ്, സിമ്പിൾ റെസിപ്പിയാണ്. നമ്മളിതിലോട്ട് വല്യുള്ളി ചേർക്കുന്നതേ ഇല്ല, ഒക്കെ ചെറിയ രീതിയിലൊക്കെ മസാലകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കാം. ആ ഒരു ഗ്രേറ്റ് ചെയ്യുന്ന സമയം മാത്രമേ നമുക്ക് എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ പലഹാരമാണ്. കാണുമ്പോൾ നമുക്കറിയാനായിട്ട് പറ്റും. ആ ഒരു പപ്പായൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്ലൈസിങ്ങൊക്കെ മുകളിലിങ്ങനെ നന്നായിട്ട് മുരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്.
ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഒരു കുറച്ച് മയോണൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. മക്കൾക്കൊക്കെ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല, എന്തൊക്കെയോ അതിലേറെ അതിൽ ഒരു പ്രതീക്ഷിക്കട്ടെ നിങ്ങൾക്ക് അത്രയും ടേസ്റ്റിലാണ് അവർ കഴിക്കും. അപ്പോൾ അതാ ബാക്കിയുള്ളത് ലാസ്റ്റ് ടിപ്പാണ്, അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. സിമ്പിൾ റെസിപ്പി അല്ലേ. ഇനി ഇതേക്കൊരു കട്ടൻ ചായ ഉണ്ട്, പിന്നെ പറയേണ്ട ആവശ്യമില്ല മക്കളെ, എപ്പോൾ തീർന്നെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് 2 ഗ്ലാസ് ചായയും ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു അടിപൊളി പലഹാരം ഒക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ കുറച്ച് ടൊമാറ്റോ സോസിലിങ്ങനെ കുത്തി കഴിക്കാനായിട്ട് ഒരു എന്താ അറിയില്ല, ഒരു പ്രത്യേക രുചി കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ തട്ടുകടയിൽ നിന്നൊക്കെ തിന്നുമ്പോൾ അങ്ങനെയാണല്ലേ, ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് ടൊമാറ്റോ സോസിലൊക്കെ മുക്കിയിട്ടും കഴിക്കാം. നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നന്നായിട്ട് ഇങ്ങനെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു രൂപത്തിലാട്ടോ നമുക്ക് കിട്ടുക. ഞാൻ കൈ വെച്ചിട്ട് അമർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എത്രത്തോളം ക്രിസ്പിയാണ് കേട്ടോ. കറുമുറ കടിച്ച് കഴിക്കാം. ഉൾഭാഗമൊക്കെ അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും മറക്കില്ലേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണ് പപ്പായ. അപ്പോൾ പപ്പായ കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. സോസ് കുത്തി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി പപ്പായ കൊണ്ടുള്ള വട എന്ന് പറയല്ലേ, അടിപൊളി വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എടുത്ത് കഴിക്കാനായിട്ട് തോന്നും, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഇതിൻ്റെ രുചി അറിഞ്ഞാൽ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.